നമസ്കാരം. ഹനുമാൻ സേവയും കൃഷ്ണ ഭക്തിയും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. സംഘപരിവാറിനെ ദേശീയ തലത്തിൽ തന്നെ നേരിടാൻ കോൺഗ്രസിൽ ചുണക്കുട്ടിയായി ശശി തരൂരേ ഉള്ളൂ എന്നതാണ് അവസ്ഥ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലും തരൂർ BJP പോര് കനക്കുകയാണ്. തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ തരൂർ വീണ്ടും മത്സരിക്കാൻ എത്തും എന്നുറപ്പിച്ചാണ് തരൂരിൻ്റെ ഹിന്ദു പാകിസ്ഥാൻ പരാമർശത്തിനെതിരെ പരിവാറുകാർ രംഗത്തു വന്നിരിക്കുന്നത്. വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിലൂടെ ആശയതലത്തിൽ BJPയുടെ ഹിന്ദുത്വയെ നേരിടുന്ന തരൂർ യഥാർത്ഥ ഹിന്ദു താൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപനം മാത്രമല്ല, കർക്കിടകം 1 രാമായണ മാസ തുടക്കത്തിൽ രാമഭക്തനായ ഹനുമാൻ സ്വാമിയെ സന്ദർശിക്കാൻ ഹനുമാൻ ഭക്തനായ ശശി തരൂർ എത്തി. ഇപ്പൊ രാമായണത്തിനും മഹാഭാരതത്തിനും നാട്ടിൽ നല്ല മാർക്കറ്റുള്ള സമയമാ. ഇനിയുള്ള നമ്മുടെ പ്രചരണ തന്ത്രങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. രാമ 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 ലോകാഭിരാമ രഘുരാമ രാമ രാമ ജയദാശരഥേ രാമ 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 ലോകാഭിരാമ നമസ്തേ ജഗത്പതേ സീതാപദേ നമസ്തേ ദേവപദേ വേദപദേ രാമ 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 ലോകാഭിരാമ. വലിയ വാർത്തയൊന്നുമില്ല. ഞാൻ നിങ്ങൾ വന്നതിന് നന്ദി. പക്ഷേ കർക്കിടകത്തിൻ്റെ ആദ്യത്തെ ദിവസം ക്ഷേത്രത്തിൽ കയറുന്നതിൽ വലിയ തെറ്റ് കാണുന്നുണ്ടോ നിങ്ങൾ? ഞാൻ ഹനുമാനെ പ്രാർത്ഥിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരു ക്ഷേത്രത്തിൽ പോവും. പ്രത്യേകിച്ച് ഈ 5-6 വർഷമായിട്ട് ഹനുമാനിൻ്റെ ശക്തി നമ്മളെല്ലാവർക്കും ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ തമിഴ്നാട്ടിലൊരു വലിയൊരു ഹനുമാൻ ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ച ശേഷം ഇവിടെ തിരുവനന്തപുരത്തിൽ ഈ ക്ഷേത്രത്തിലാണ് എൻ്റെ അമ്മയും ഞാനും വരാറുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ദിവസം നോക്കി ഞാൻ നഗരത്തിൽ കാണുമ്പോൾ എല്ലാ കർക്കിടക 1-ാം തീയതി എനിക്ക് തിരുവനന്തപുരത്ത് ഇരിക്കാനുള്ള അവസരമില്ല. പക്ഷേ ഇന്നിവിടെ ഉള്ളപ്പോൾ വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നിങ്ങളെല്ലാവരും വന്നതിന് നന്ദി. പക്ഷേ എനിക്ക് ഇപ്പൊ രാമായണത്തിനും മഹാഭാരതത്തിനും നാട്ടിൽ നല്ല മാർക്കറ്റുള്ള സമയമാ. ഇനിയുള്ള നമ്മുടെ പ്രചരണ തന്ത്രങ്ങൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഭക്തിയും വിശ്വാസവും എല്ലാം വ്യക്തിപരമായ കാര്യം. പക്ഷേ BJPയുടെ തീവ്ര ഹിന്ദുത്വയെ നേരിടാൻ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ പരിപാടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ രാഹുൽ ഗാന്ധി നടപ്പാക്കി വരുമ്പോഴാണ് തരൂരിൻ്റെ ക്ഷേത്ര സന്ദർശനവും പ്രാധാന്യം നേടുന്നത്. BJPയുടെ ഉപകരണങ്ങൾ കൊണ്ട് BJPയെ നേരിടണോ വേണ്ടയോ എന്ന തർക്കത്തിനൊടുവിൽ KPCC വിചാര വിഭാഗം നടത്താനിരുന്ന രാമായണ മാസാചരണത്തിലും ശശി തരൂർ പങ്കെടുക്കാൻ ഇരുന്നതാണ്. ഞാൻ ഉണ്ടാക്കി വെച്ച പ്രോഗ്രാം അല്ല ഇത്. പക്ഷെ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ സന്തോഷത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞു. സ്നേഹത്തോടെ തിരി ആട്ടുങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ് പോട്ടെ മോളെ. ആ പ്രോഗ്രാമിൽ മുടക്കി വെച്ചപ്പോൾ ശരി, എനിക്കും വേറെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല ഇതിൽ. ഇതെല്ലാം ചെറിയ ചെറിയ വിഷയങ്ങളാണ്. മാധ്യമക്കാർ ചിലപ്പോൾ ഇതിലേക്ക് വലുതായി ഏറ്റെടുക്കുമ്പോൾ എനിക്കൊരു അതിശയം തോന്നുക. ഈ വിചാർ വിഭാഗിൻ്റെ പ്രോഗ്രാം സാധാരണ ഒരു 100 പേരിനേക്കാൾ കൂടുതൽ വന്ന അതിശയത്തിൻ്റെ കാര്യമാണ്. ഇതെങ്ങനെ ഒരു നാഷണൽ ന്യൂസ് ആയത്? ഡൽഹി നായരെന്ന് NSS ജനറൽ സെക്രട്ടറി വിശേഷിപ്പിച്ച ശശി തരൂർ ശരിക്കും ഐക്യരാഷ്ട്രസഭയിൽ പ്രവർത്തിച്ച ലോക പൗരനാണ്. മറ്റൊരു വിശ്വപൗരനായിരുന്ന VK കൃഷ്ണമേനോനെ വിജയിപ്പിച്ച് പാർലമെൻറ്റിൽ അയച്ച തിരുവനന്തപുരത്തുകാർ തരൂരിനെയും 2 തവണയായി ജയിപ്പിക്കുന്നു. എന്നിട്ടും തരൂരിനോട് പാകിസ്ഥാനിൽ പോകാനാണ് യുവമോർച്ചക്കാർ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് അങ്ങോട്ട് പോകണം എന്ന് തരൂരും. അതിൽ എന്നോട് പറയുന്നു പാകിസ്ഥാനിലേക്ക് പോകാൻ.
ആർക്കാ ഒരു അവകാശം കൊടുത്തിരിക്കുന്നത് തീരുമാനിക്കാൻ ഞാൻ അതിനെ പോലെ ഒരു ഹിന്ദുവല്ല, അതുകൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് താമസിക്കാൻ അവകാശമില്ല. എന്താ ഇപ്പൊ ഹിന്ദുയിസമിന്റെ ഒരു താലിബാൻ വരാൻ തുടങ്ങിയോ? ഇതെല്ലാം നമ്മളുടെ ഹിന്ദു സഹോദരന്മാരോട് ചോദിക്കണം. ഇങ്ങനെയുള്ള മതത്തിന്റെ പേരിലാണ് നമ്മൾ ജനങ്ങളെ സംസാരിക്കാൻ സമ്മതിക്കേണ്ടത്. രാമായണ മാസം ആചരിക്കാൻ CPM തീരുമാനിച്ചിട്ടില്ലെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാൻ മന്ത്രിമാർക്ക് വിലക്കൊന്നുമില്ല. തിരുവനന്തപുരത്തെ തുഞ്ചൻ സ്മാരകത്തിൻ്റെ രാമായണ സന്ധ്യാചരണം ഉദ്ഘാടനം ചെയ്തത് മന്ത്രി KT ജലീലാണ്. ലീഗുകാരെ പോലെ അല്ല മുൻ ലീഗുകാരനായ ജലീൽ മന്ത്രി. ദീപം കൊളുത്താൻ മടിയില്ല. മതേതര രാമായണ പാരായണത്തിൽ തന്നെയാണ് ജലീൽ മന്ത്രിയും ഊന്നിയത്. രാമായണത്തെയും മഹാഭാരതത്തെയും ഒക്കെ തന്നെ മതേതരമായിട്ടാണ് നമ്മളുടെ നാട് വ്യാഖ്യാനിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ അതിന് വിരുദ്ധമായ ചില സ്വരങ്ങൾ നാം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് ഇവയോടുള്ള അദമ്യമായ അടുപ്പം കൊണ്ടോ സ്നേഹപ്രകടനം കൊണ്ടോ അല്ല, ആത്യന്തികമായി എല്ലാറ്റിനെയും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സുകളിലാക്കി മാറ്റാനുള്ള നിഗൂഢമായ നീക്കത്തിന്റെ ഭാഗമായിട്ടേ ഇതിനെ കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദീപം 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 പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ദീപം കൊളുത്തുന്നത് അനിസ്ലാമികമാണ് എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഞാൻ കണ്ട പരിചയപ്പെട്ട ഏറ്റവും പ്രാമാണികനായിട്ടുള്ള ഒരു മുസ്ലിം പണ്ഡിതനോട് അതേക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. എന്താണ് ദീപം കൊളുത്തുന്നതിൻ്റെ, ഭദ്രദീപം തെളിയിക്കുന്നതിൻ്റെ മതപരമായിട്ടുള്ള വിധി? അദ്ദേഹം പറഞ്ഞു, നാട്ടിലെ ഓരോ നാട്ടിലെയും ആചാരങ്ങൾ, ആഘോഷങ്ങൾ, ഇതിലൊക്കെ ഒരു മുസ്ലിമിന് പങ്കാളിയാവാം, അതിലൊരു തെറ്റുമില്ല. ഭദ്രേ താപസകന്യ ആശ്രമമേതെന്ന് ചൊല്ലു, അല്ല ആശിപ്പതെന്തെന്ന് ചൊല്ലു. അത്ര നീട്ടണ്ടല്ലേ? താനിനി തുടങ്ങാൻ വേണ്ട, ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. അടിസ്ഥാനപരമായി ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമല്ലാത്ത നാട്ടാചാരങ്ങളെയും ആഘോഷങ്ങളെയും ഒരു ഇസ്ലാം മത വിശ്വാസി ഭരിക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള പെശകും ഇല്ല എന്നാണ് സൂഫി തുല്യനായിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞത്. അല്ലാഹ് പൊറുക്കണേ, അറിയാണ്ട് ചെയ്യണതല്ല, അറിഞ്ഞുകൊണ്ട് ചെയ്യണതാണ് ജീവിക്കാൻ വേണ്ടി. അസ്തഗ്ഫിറുല്ലാഹ്. ഇടത്തേക്ക് പോയതുകൊണ്ട് മുണ്ട് ഇടത്തേക്ക് ഉടുക്കാൻ തുടങ്ങിയതല്ല KT ജലീൽ. RSSകാരനായിരുന്ന ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവും ഇടത്തേക്കാണ് മുണ്ടുടുക്കുന്നത്. ഹിന്ദുക്കൾ വലത്തോട്ട് മുണ്ടെടുക്കുന്നു, മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നു. ഞാൻ വൈസ് പ്രസിഡന്റ് വെങ്കയ്യ നായിഡു കേരളം സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ വെയിറ്റിംഗ് ഇൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം മുണ്ടെടുത്തിരിക്കുന്നത് എന്നെ പോലെ തന്നെ ഇടത്തോട്ടാണ്. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, അദ്ദേഹം ചിരിച്ചു. സാധാരണ എല്ലാവരും വലം കൈന്നല്ലേ പറയാറ്. അങ്ങ് ദുബായിൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ. മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. ചിരിക്കുകയാണോ കരയുകയാണോ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ആന്ധ്രയിൽ ഹിന്ദുക്കളൊക്കെ ഇടത്തോട്ടാണ് മുണ്ടുടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടുടുക്കാൻ വേണ്ടി തുടങ്ങിയത്? അപ്പൊ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് എൻ്റെതായിട്ടുള്ള ഒരു നിരീക്ഷണത്തിൽ നോക്കിയപ്പോൾ സൂഫികളുടെ കാലത്ത് ആ ഭാഗത്ത് നിന്നൊക്കെ വന്ന സൂഫികൾ അവിടുത്തെ ആചാരത്തിന്റെ ഭാഗമായി ഇടത്തോട്ട് മുണ്ടുടുത്തിരിക്കണം. അവരിവിടെ വന്ന് ഇടത്തോട്ട് മുണ്ടുടുത്തത് കണ്ടാവണം ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ അങ്ങനെ ഇടത്തോട്ട് മുണ്ടുടുക്കാൻ വേണ്ടി തുടങ്ങിയത്. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടയിൽ കുത്തയച്ചിടാറുള്ളൂ.
ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. രാമായണ പാരമ്പര്യം ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യമായ അങ്ങ് ഇന്തോനേഷ്യയിൽ വരെ ഉണ്ടെന്ന് മതവൽക്കരണവാദികളെ ഓർമ്മിപ്പിക്കുന്നു മന്ത്രി ജലീൽ. ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ളത് സൗദി അറേബ്യയിലോ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോ അല്ല, ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യ അവരുടെ ഒഫീഷ്യൽ എയർലൈൻസിന് ഇട്ടിരിക്കുന്ന പേരെന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? ഗരുഡ ഇന്തോനേഷ്യ എന്നാണ്. ബിസ്മില്ല ഇന്തോനേഷ്യ എന്ന് എന്തേ അവരിട്ടില്ല? ഭയങ്കരം തന്നെ. ഹിന്ദുമത വിശ്വാസം വളരെ ശക്തമായി നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു ഇന്തോനേഷ്യ. ആ നാട്ടിലെ ജനങ്ങൾ ഇസ്ലാം മതം വിശ്വസിച്ചതാവാം പിന്നീട്. പക്ഷെ അവർ ഇസ്ലാം മതം വിശ്വസിച്ചപ്പോഴും പാരമ്പര്യങ്ങളെ അവരുടെ കൂടെ നിർത്തുവാൻ വേണ്ടി ശ്രമിച്ചു. ഇന്തോനേഷ്യയിലെ നോട്ടുകൾ പരിശോധിച്ചാൽ ഇന്നും ഗണപതിയുടെ രൂപമുള്ള ചിത്രങ്ങൾ നമുക്കതിൽ കാണാൻ വേണ്ടി കഴിയും. നീ സുലൈമാനല്ല, ഹനുമാനാണ്. ലക്ഷ്മി, പാർവതി, ഇതൊക്കെ ഇവിടെ ഹിന്ദു പേരാണ്. ഇന്തോനേഷ്യയിൽ എത്രയോ മുസ്ലിങ്ങൾക്ക് അവർ പേര് പാർവതി, ലക്ഷ്മി, ഇതൊക്കെ മുസ്ലിം പേരുകളാണ് അവിടെ. പലർക്കും ഇതൊന്നും അറിയില്ല. അറിയാൻ ആരെങ്കിലും ശ്രമിച്ചിട്ട് വേണ്ടേ? അങ്ങനെയുള്ള ഈ രാമചന്ദ്രന്റെ വൃത്യനായ ദൂതനാണ് പടച്ച തമ്പുരാനെ ഈ നിൽക്കുന്ന നമ്മളെ ഹനുമാരെ. തരൂർ ഹനുമാൻ ഭക്തനായും KT ജലീൽ രാമായണ പ്രഭാഷകനായും വന്നപ്പോൾ നടൻ ജോയു മാത്യു ശ്രീകൃഷ്ണ ഭക്തനായാണ് പ്രത്യക്ഷപ്പെടുന്നത്. ബാലഗോകുലം സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് ശ്രീകൃഷ്ണൻ്റെ ചിത്രത്തിൽ മാലയിട്ടുകൊണ്ടാണ് ഈ കൃഷ്ണഭക്തൻ്റെ രംഗപ്രവേശം. പക്ഷേ മുൻ നക്സലൈറ്റ് കൂടിയായ ജോയി മാത്യുവിന് ശ്രീകൃഷ്ണൻ ദൈവമല്ല, മറിച്ച് ദാർശനികനാണ്. ഗോകുല പാല ബാലക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ പടമുടുത്ത വല്ലഭ കപട നാട്യ സൂത്രക ഉണ്ണിക്കണ്ണാവായം ഉണ്ണിക്കണ്ണാവാ. ജോയ് മാത്യു ശ്രീകൃഷ്ണ വിഗ്രഹത്തെ മാലയണിയിച്ചു. ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണത്തെ മാലയണിയിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ഞാൻ ആരെയും മാല അണിയിച്ചിട്ടില്ല. വാരസ്യാരെ, ഈയിടെയായിട്ട് ആൾക്ക് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ആ ഓട്ടോറിലും വിളക്കിലും ഒക്കെ ഒരു കണ്ണുണ്ടായിക്കോട്ടെ. പക്ഷേ ഇത് ഞാൻ ഇന്ന് മാലയണിയിച്ചത് ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് ദേവനായിരിക്കാം, പലർക്കും ദേവനായിരിക്കാം, ഭഗവാനായിരിക്കാം. എനിക്ക് വലിയ ദാർശനികനാണ്. ഞാനൊന്ന് മനസ്സൊരുക്കി വിളിച്ച സാക്ഷാൽ ഭഗവാൻ തന്നെ എൻ്റെ കൂടെ ഇറങ്ങി വരും. പലർക്കും അത്ഭുതം തോന്നും. ഞാനെങ്ങനെ ഒരു ബാലഗോകുലത്തിൻ്റെ ഉദ്ഘാടകനായി. പലരും പ്രതീക്ഷിക്കുന്നതും എന്നെ അതിനൊന്നും കിട്ടില്ല എന്നാണ്. അവിടെയാണ് ഈ ബാലഗോകുലത്തുകാരോട് എനിക്ക് ഉള്ള നന്ദി. കാരണം വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നവരെ മാനിക്കുന്ന ഒരു സംഘടനയാണിതെന്ന് ഞാൻ മനസ്സിലാക്കി. അറിഞ്ഞില്ല, ഇത് ഞാൻ അറിഞ്ഞില്ല. ദേവിയുടെ കടാക്ഷം നിന്നിൽ ഇത്രത്തോളം ഉണ്ടെന്ന് അച്ഛൻ അറിഞ്ഞില്ല. ധർമ്മ അധർമ്മ ചിന്തകൾ പഠിപ്പിക്കുന്ന രാമായണ പാഠത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമ്മയിലെ സംഭവ വികാസങ്ങളെ ജോയി മാത്യു വിലയിരുത്തുന്നു. അധർമ്മത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാതയുടെ മുമ്പിൽ, ധർമാധർമ്മങ്ങളുടെ വേവലിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് ശങ്കപ്പെട്ടിരുന്ന അർജുനന് വേദമോദിക്കൊടുത്ത സൂക്തങ്ങളാണ് ഭഗവത്ഗീത. ഇന്നും നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണത്. ലോകത്തിൽ മനുഷ്യരുടെ കാലത്തോളം അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണത്. അപ്പോൾ അമ്മ എന്നൊരു സംഘടനയിലുള്ള ഞാൻ അനുഭവിക്കുന്നതും ഇത് തന്നെയാണ്. ധർമാധർമ്മങ്ങളിൽ ഏത് ഭാഗത്ത് നിൽക്കണം? അവിടെ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. ഒരുപാട് പേർ നമ്മളെ വേണ്ടാന്ന് വയ്ക്കും. പറയപ്പെടാത്ത വിലക്കുകളുണ്ടാവും. പക്ഷെ ഞാനതൊന്നും പ്രശ്നമാക്കുന്നില്ല. കാരണം സത്യത്തിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അനുഭവിക്കുന്ന ആ ഒരു നിമിഷത്തെ സുഖം, സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്ക് എത്ര പണം കൊടുത്താലും, എന്ത് പദവി കൊടുത്താലും, എന്ത് ആരാധന കിട്ടിയാലും അതിനോളം വരില്ല. അത് എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. പാണ്ഡവ കൗരവ യുദ്ധ സമയത്ത് യുധിഷ്ഠിരൻ പറഞ്ഞു, ഇത് ധർമാധർമ്മങ്ങളുടെ യുദ്ധമാണ്, സഹോദരങ്ങളാണ് മറുഭാഗത്ത് നിൽക്കുന്നത്. അത് അധർമ്മത്തിൻ്റെ പ്രതീകം, ധർമ്മത്തിൻ്റെ പ്രതീകം.
അധർമ്മത്തിനോട് ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യാൻ തയ്യാറുള്ള മനസ്സുറപ്പുള്ള ഒരാരെങ്കിലും നിങ്ങളിൽ ഉണ്ടെങ്കിൽ പാണ്ഡവരോടൊപ്പം ചേരാം, ഞങ്ങളോടൊപ്പം ചേരാം എന്ന് പറഞ്ഞു. അതിലൊരാൾ മാത്രം ചേർന്നു. അയാളുടെ പേരാണ് യുയുത്സു. ആ മനുഷ്യൻ അനുഭവിച്ചൊരു സംഘർഷം ആലോചിക്കണം. 99 സഹോദരങ്ങൾ കൂടെ കളിച്ച് വളർന്ന ഒരാൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ അത് അധർമ്മമാണ് എന്ന് മനസ്സിലാക്കി ധർമ്മത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഇത് തന്നെയാണ് അമ്മയിൽ സംഭവിക്കുന്നത്. 99 സഹോദരങ്ങളെയും ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. എന്തിനായിരുന്നു നീല ഈ ഒരു ശാപം കൂടെ ഏറ്റുവാങ്ങിയത്? രാമായണ മാസാചരണം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആക്കരുതെന്ന് ജോയ് മാത്യു. ഇങ്ങനെ ഭഗവത്ഗീത പോലെ എനിക്കൊന്നും വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത മഹത് ഗ്രന്ഥങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടേതാണെന്ന് ഹിന്ദുക്കളല്ലാത്തവർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ രാമായണ മാസം ആചരിക്കുന്നത്. നമുക്കിട്ടെന്ന് വെച്ചല്ലേ, രാമായണമൊന്നും ഹിന്ദുക്കളതല്ല. രാമായണം മഹാഭാരതം ഒക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളാണ്. നിങ്ങൾക്കതിൽ ദൈവങ്ങളെ കണ്ടെത്താം, ഒരു വിരോധമില്ല. അല്ലാതെ ആരോടോ മത്സരിക്കാനോ ആരോടോ മത്സരിച്ച് ജയിക്കാനോ വേണ്ടി പെട്ടെന്ന് ഒരു രാമായണ മാസമോ അല്ലെങ്കിൽ മഹാഭാരതമാസമോ ആചരിക്കേണ്ട കാര്യമില്ല. എന്നും വായിച്ചോട്ടെ, എന്നും വായിക്കുന്നത് നല്ലതാ. ശരിക്കും ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ഇവൻ എന്തായി ജപിക്കണേ? ഇതിപ്പോ രാമായണ മാസം എന്ന് പറഞ്ഞൊരു മാസം ആചരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്നത്. എല്ലാ കാലത്തും വായിക്കാവുന്ന പുസ്തകമാണ് രാമായണവും മഹാഭാരതമൊക്കെ. പെട്ടെന്നൊരു വെളിപാടുണ്ടാവുകയാണ്, അയ്യോ ഇത് ഹിന്ദുക്കൾ സ്വന്താക്കുമല്ലോ, അവിടെ നമുക്കിതൊരു ആചരിച്ചളയാം, രാമായണ മാസം ആചരിച്ചളയാം. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ, നീ പോവും വഴിയെല്ലാം ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. ഇതുപോലെ റംസാൻ മാസം ആചരിക്കുകയാണെങ്കിൽ നല്ലതാണ്. അങ്ങനെയാണ് ശരിക്ക് മതസൗഹാർദ്ദം കൊണ്ടുവരുന്നതും എല്ലാ മതങ്ങളുടെ അതിൻ്റെ ബഹുസ്വരതയിൽ കാണുകയും ചെയ്യുന്ന ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഉണ്ടാവുള്ളൂ. എന്റെ ഭഗവാനെ, നിന്നെ നീ തന്നെ കാത്തോളണേ. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. എന്നാലും PC ജോർജ് ഇടവേളയ്ക്ക് ശേഷം. സിംഹകാലം കുരങ്ങൊക്കെ ജീവിച്ചോളും. സിംഹകാലം കുരങ്ങ് മരത്തെ ചാടി ചാടി പൊക്കോളും. അല്ല, ഒരു സംശയം, അവിടുത്തെ സിംഹവാലൻ കുരുങ്ങുകളെല്ലാം എന്ത് ചെയ്യും? പ്രകൃതി സ്നേഹി, ഈ വെള്ളം കേറി കേറി വരുമ്പോൾ ഈ സിംഹവാലം കുരങ്ങിനറിയാം കേറി 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 പോകാൻ. കേറി പോകും. KM മാണി UDF-ൽ എത്തിയ സ്ഥിതിക്ക് PC ജോർജ് ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇടതുമുന്നണിയിൽ എത്തുമെന്ന് കേൾക്കുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല. പിണറായി സർക്കാരിൻ്റെ ശക്തനായ ഉപദേശകനായാണ് PC ഇപ്പോൾ അവതരിക്കുന്നത്. അതിരപ്പിള്ളി പദ്ധതി എന്തു വന്നാലും നടപ്പാക്കണമെന്നാണ് PC-യുടെ ആവശ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും വൈദ്യുതി മന്ത്രിയും ഈ ഗവൺമെൻറ്റും എത്രയും വേഗം ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. യാതൊരു സംശയമില്ല, വരാൻ പോകുന്ന തലമുറ പിണറായി വിജയനെ ഓർത്തിരിക്കുന്നത് ആതിരപ്പള്ളി പദ്ധതിയുടെ പേരിലായിരിക്കും. പദ്ധതി നടപ്പാക്കിയാൽ പുണ്യാളൻ അത് പറയരുതിട്ടാ, ഒരു പേരിലാണ് ഞാൻ ഇരുന്നു പോയേ. പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കിയാൽ അവിടുത്തെ സൗന്ദര്യം നഷ്ടപ്പെടും, വെള്ളച്ചാട്ടം നഷ്ടപ്പെടുന്നു. അതിരപ്പള്ളി പദ്ധതി ഉടനെ ഉണ്ടാവും. ഒരു 2 മിനിറ്റ് താമസം വരും. ഒരു ജനതയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 2 മിനിറ്റ് താമസം വരും. അതുവരെ ചേട്ടൻ പുറത്തു വയ്ക്കും. ഇതൊക്കെ പരിസ്ഥിതി പ്രേമം പറഞ്ഞ് മനുഷ്യനെ ചുറ്റിക്കുകയാണ്. സിംഹവാലം കുരങ്ങാണോ മനുഷ്യനാണോ വേണ്ടത്? എനിക്ക് മനുഷ്യൻ വേണമെന്നാണ് തോന്നുന്നത്. സിംഹകാലം കുരങ്ങൊക്കെ ജീവിച്ചോളും. സിംഹകാലം കുരങ്ങ് മരത്തെ ചാടി ചാടി പൊക്കോളും. ഈ മനുഷ്യൻ അതിൻ്റെ പുറകെ ചാടാൻ പോകണ്ട. അത് കുരങ്ങിനെ വിട്, മനുഷ്യൻ ജീവിക്കാൻ പറ്റുക. അല്ല, ഒരു സംശയം, അവിടുത്തെ സിംഹവാലൻ കുരുങ്ങുകളെല്ലാം എന്ത് ചെയ്യും? പ്രകൃതി സ്നേഹി, ഈ വെള്ളം കേറി കേറി വരുമ്പോൾ ഈ സിംഹവാലം കുരങ്ങിനറിയാം കേറി 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 പോകാൻ. കേറി പോകും. അടുത്ത തലമുറയ്ക്ക് വൈദ്യുതി വേണ്ടേ? അതുകൊണ്ടാണ് ഇത് പറയുന്നത്, അല്ലാതെ ഇപ്പം പറയുന്നതെന്നുള്ള തെറ്റിദ്ധാരണ. പിണറായിക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ഉപദേശകരുണ്ട്. അതിൻ്റെ കൂടെ PC ജോർജും.
മുന്നണി പ്രവേശനത്തിൻ്റെ ഭാഗമായാണോ ഈ സൗജന്യ ഉപദേശങ്ങൾ? കേട്ടോ, സത്യം പറയാം, ദൈവം സാക്ഷി, ഒരു മുന്നണിയെപ്പറ്റിയും എൻ്റെ മനസ്സിലൊന്നുമില്ല. തുറന്ന ഹൃദയമായിട്ട് നിൽക്കുക ഞാനിവിടെ. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഉണ്ടായാൽ അപ്പോൾ ഒരു സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കുന്നതാണ്. വീണ്ടും ഇടവേള. ജോർജിന് തെറി അഭിഷേകം. ഒരുത്തൻ സ്ഥിരമായിട്ട് വിളിക്കുക. ഇപ്പം അവനോട് ഇച്ചിരി നല്ല വാക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. ഇവൻ്റെ ആളുകളൊക്കെ അത് വെള്ളാപ്പള്ളിയുടെ ആളുകൾക്ക് അതുകൂട്ട് മറുപടിയാണ് നല്ലത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. PC ജോർജിൻ്റെ ഫോണിലേക്ക് അടുത്തിടെ ഒരു സമുദായ സംഘടനയിലെ അംഗങ്ങൾ ഫോണിലൂടെ തെറി വിളിക്കുന്നതായി കേട്ടല്ലോ. എന്താണ് പ്രശ്നം? അത് സാരില്ലെന്ന് ചുമ്മാ ചീത്തോളൂ. എന്നെ ഒത്തിരി 6 മാസമായി അങ്ങേര് പണി തുടങ്ങിയിട്ട്. അങ്ങേര് മദ്യം വിളമ്പിക്കൊടുത്ത് പഠിച്ച മനുഷ്യനല്ലേ, അദ്ദേഹത്തെ അതേ അറിയുള്ളൂ. അതൊന്നും ഞാനതൊന്നും വലിയ ആനക്കാര്യം കാണുന്നില്ല. പിന്നെ ഒരു പരിധി ചീത്തവിളിക്ക് ഫോണില്ലേ, ഞാൻ കട്ട് ചെയ്യും, പിന്നെയും വിളിക്കും, പിന്നെയും കട്ട് ചെയ്യും. ചില ആളുകൾ അതിപ്പം നോക്കാൻ അറിയാലോ എവിടെ നിന്നാണെന്ന്. അത് നോക്കിയപ്പം ഒരുത്തൻ സ്ഥിരമായിട്ട് വിളിക്കുക. ഇപ്പം അവനോട് ഇച്ചിരി നല്ല വാക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനസ്സിനാണ് ഞാൻ. അവന് മനസ്സിനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. അത് കഴിഞ്ഞേ പിന്നെ അവൻ പിന്നെ വിളിച്ചിട്ടില്ല. അപ്പം ഇവൻ്റെ ആളുകളൊക്കെ അത് വെള്ളാപ്പള്ളിയുടെ ആളുകൾക്ക് അതുകൂട്ട് മറുപടിയാണ് നല്ലത് എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കൊടുത്തതാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.